കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് തത്സമയം. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക എന്നുമൊക്കെ ചിലർ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ഉയർന്ന കൂലി ഇവിടുത്തെ ജനങ്ങളുടെ ജീവന നിലവാരവും മാനവ വികസന സൂചികയും ഉയർത്തി. അതേസമയം വ്യവസായ മേഖല നല്ല രീതിയിൽ ശക്തിപ്പെട്ടു വരികയും ചെയ്തു. 1980-കളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശരാശരി ആയുർദൈർഘ്യം 52 കേരളത്തിൽ 66 ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഇവിടെ സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നുവെന്ന് യൂണിസെഫ് പഠനം പോലും വ്യക്തമാക്കിയതാണ്. ഇതെല്ലാം ഇടയാക്കിയത് ഒന്ന് ഭൂപരിഷ്കരണം, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നമ്മുടെ നാടിന് നൽകിയ പിന്തുണ, അതിനിടയാക്കിയത് നേരത്തെ പറഞ്ഞ 1957 EMS സർക്കാർ സാർവത്രിക വിദ്യാഭ്യാസം, അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ സ്ഥാപിച്ചു എന്നത്. അതിൻ്റെയൊന്നും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷ മാത്രമല്ല, സമൂഹത്തിൻ്റെ ആകെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാണ് ഇത്തരം നടപടികൾ ഇടയാക്കിയത്. അതുകൊണ്ടാണ് നോബൽ സമ്മാന ജേതാവ് അമർത്യ സെൻ കേരള മാതൃകയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസം, ഭൂപരിഷ്കരണം, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിൻ്റെ ബോധപൂർവമായ പൊതു ഇടപെടലുകൾ ഈ വിജയത്തിന് കാരണമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ സാമൂഹിക പുരോഗതിയുടെ ആണിക്കല്ല് നാം കാണേണ്ടത് നവോത്ഥാന കാലത്തെ പിന്തുടർന്നുകൊണ്ട് നാം നടപ്പാക്കിയ, കേരളം തുറന്നു വന്ന നയസമീപനങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ സവിശേഷമായ മതസൗഹാർദ്ദ പാരമ്പര്യം, ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റി തീർത്തത്. അതിലൂടെ നാം ഒരു വലിയ ഐക്യനിരയെയാണ് കെട്ടിപ്പടുത്തത്. വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ ഈ ഐക്യത്തിന് നിർണായക പങ്കുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാരഥന്മാരുടെ സാമൂഹ്യ പരിഷ്കരണ സന്ദേശങ്ങൾ കേരളത്തിൻ്റെ നയരൂപീകരണങ്ങളിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. ഇതാണ് ഈ നാടിൻ്റെ ശക്തിസ്തംഭം എന്നത് നാം തിരിച്ചറിയണം. നമ്മുടെ സഹോദരങ്ങളിൽ ആരും പട്ടിണി കിടക്കുകയോ കിടപ്പാടമില്ലാതെ അലയുകയോ ചികിത്സ കിട്ടാതെ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ഈ ദൗത്യം ഏറ്റെടുത്തത്. ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വിശദമായി കടക്കേണ്ടതില്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം നേടിയിട്ടുള്ള ഈ നേട്ടം എല്ലാ കേരളീയർക്കും, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്.
ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കേവലമായ ഒരു ക്ഷേമ പദ്ധതിയല്ല, ചാരിറ്റി പ്രവർത്തനമല്ല. ഇത് കാണേണ്ടത് ഇത് ആരുടെയും ഔദാര്യവുമല്ല. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക സമത്വമെന്ന അടിസ്ഥാന മൂല്യത്തിൻ്റെ പ്രായോഗിക സാക്ഷാത്കാരമാണ്, പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. ആ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഇവിടെ പറയുകയുണ്ടായി 4 ലക്ഷത്തോളം ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ അവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഓരോ വീട്ടിലും കയറിയിറങ്ങി, ഓരോ ജീവിതവും തൊട്ടറിഞ്ഞു. തൻ്റെ അയൽവാസി പട്ടിണിയിലാണോ എന്ന് മനസ്സിലാക്കി നടത്തിയ ബൃഹത്തായ ഒരു ജനകീയ പ്രക്രിയ. അതിലൂടെയാണ് ഈ യജ്ഞത്തിന് തുടക്കമിട്ടത്. ഇവിടെ ക്ലേശഘടകങ്ങളെപ്പറ്റി പറഞ്ഞു. ഭക്ഷണം, ആരോഗ്യം, വരുമാനം, വാസസ്ഥലം. ഇത് ഗ്രാമസഭകളുടെ അംഗീകാരത്തോടെയാണ് ഇത്രയും 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.